യൂത്ത് ലീഗ് പ്രവർത്തകർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രകടനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 തവണ തിരുവമ്പാടിയിൽ UDFനെ പരാജയപ്പെടുത്താൻ ചരട് വലിച്ച മോയിൻകുട്ടിയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പ്രകടനം. CP ചെറിയ മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും പ്രകടനം നടത്തിയവർ ആവശ്യപ്പെട്ടു. മുക്കത്തെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം അഭിലാഷ് ജംഗ്ഷനിലെത്തിയപ്പോൾ കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തിലെ ചില നേതാക്കളെത്തി പ്രകടനം തടഞ്ഞു. തുടർന്ന് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ചേരിതിരിഞ്ഞ് അങ്ങാടിയിൽ തമ്മിൽ തല്ലി. ഇത് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഇന്ത്യ വിഷൻ ക്യാമറാമാൻ AV മുകേഷ്, CTV റിപ്പോർട്ടർ ഫസൽ ബാബു, ക്യാമറാമാൻമാരായ റഫീഖ്, അബൂബക്കർ എന്നിവർക്ക് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ് 1/2 കിലോമീറ്ററോളം ഓടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ ഒളിച്ച മാധ്യമപ്രവർത്തകരെ ലീഗ് പ്രവർത്തകർ അരമണിക്കൂറോളം തടഞ്ഞുവെച്ചു. ഇന്ത്യ വിഷന്റെ ക്യാമറയും അക്രമിക്കൂട്ടം തച്ചു തകർത്തു. ഉദ്ദേശം 3/4 മണിക്കൂറിന് ശേഷം പോലീസ് എത്തിയതോടെയാണ് മാധ്യമപ്രവർത്തകർക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടാനായത്. CTV ക്യാമറാമാൻ അബൂബക്കറിനെ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ മാധ്യമപ്രവർത്തകരെ LDF, UDF മുന്നണികളിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾ സന്ദർശിച്ചു. മുക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു.